എന്നിട്ടും കൃപ കാണിച്ചവൻ. മോശ തൻ്റെ കരങ്ങളിലുണ്ടായിരുന്ന 2 കൽപ്പലകകൾ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശയും കോപിഷ്ഠനായി തീരുകയാണ്. ദൈവത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ഇടപെടൽ ഏതു മനുഷ്യന് അധികമായി അനുഭവിക്കുവാൻ കഴിയുമ്പോഴും അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ മോശ ചെയ്തതുപോലെ കൽപ്പലകകളെ എറിഞ്ഞുടച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള എത്രയോ സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തോടു കൂടെ നടക്കുവാനും ദൈവത്തോടു കൂടെ ഏറ്റവും സമയങ്ങൾ ചിലവഴിക്കുന്ന നമുക്കും ഇതുപോലെയുള്ള അനേക സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നുപോയിട്ടില്ലേ? എന്നിട്ടും കൃപ കാണിച്ചവൻ. പുറപ്പാട് പുസ്തകം 34 അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. നീ രാവിലെ സീനായ് പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ അരികിൽ വരയണം. പുറപ്പാട് 32-19 വാക്യത്തിൽ മോശ കോപമുള്ളവനായി കൽപ്പലകകളെ എറിഞ്ഞുടയ്ക്കുന്നവനായിട്ട് കാണാൻ കഴിയുന്നു. ഈ മോശയെയാണ് വീണ്ടും സീനായ് പർവ്വതത്തിലേക്ക് പിന്നെയും യഹോവയായ ദൈവം ക്ഷണിക്കുന്നത്. അതിൻ്റെ കാരണം പുറപ്പാട് 33-17 വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മോശയുടെ നിലവുകളെയും മോശയുടെ ജീവിതത്തിൻ്റെ നല്ല തീരുമാനങ്ങളെയും അറിയുന്ന യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അടുത്തറിയുന്നു. 139 സങ്കീർത്തനം, ഞാൻ നിൻ്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്നറിയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അപ്പോൾ മോശയുടെ എല്ലാവിധമായിരിക്കുന്ന നിലവുകളെയും ആത്മീകമായിരിക്കുന്നവൻ്റെ കാഴ്ചപ്പാടിനെയും അറിഞ്ഞിരിക്കുന്ന യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മോശയോട് കൃപ തോന്നുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിനോടുള്ള ബന്ധത്തിലും ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ അവനെ തേടിയെത്തുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണെങ്കിലും ഒരു സമയത്തവൻ അനുതപിച്ച് മടങ്ങി വന്നു. യേശുവിൻ്റെ ക്രൂശീകരണ സമയം കഴിഞ്ഞപ്പോൾ മറ്റു ശിഷ്യന്മാരെയും കൂട്ടി തൻ്റെ പഴയ ജോലിയിലേക്ക് മീൻപിടുത്തത്തിനായി കടന്നു പോവുകയാണ്. അങ്ങനെ തിബിരിയാസ് കടലിൽ മീൻ പിടിക്കുന്ന സമയത്ത് ഒന്നും ലഭിക്കുന്നില്ല. പ്രഭാതത്തിൽ യേശു അവരുടെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവരുടെ പക്കലൊന്നും അന്ന് രാത്രി അധ്വാനിച്ചിട്ട് ലഭിച്ചില്ല. പക്ഷേ ദൈവത്തെ കൂടാതെയുള്ള അധ്വാനം വെറുതെ ആയിത്തീരുകയാണ്. ആ രാത്രി മുഴുവനും അവർക്കൊന്നും ലഭിച്ചില്ല. എന്നാൽ പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി വെച്ചിട്ട് അവരെ അവൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ടും പത്രോസിനോട് കൃപ കാണിച്ചവൻ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുന്നു. പത്രോസിന് കാര്യം മനസ്സിലായി. ഇന്ന് നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള കൃപ കുറഞ്ഞു പോകാത്തത് കൊണ്ടാണ്. ഇല്ല എങ്കിൽ എന്നയോ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെടും. 1 തീമോഥെയോസ് 1 അധ്യായത്തിൻ്റെ 12 വാക്യം, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ
അവിശ്വസ്തനായി എണ്ണി അകറ്റി നിർത്തിയപ്പോൾ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് ദൈവത്തിൻ്റെ കൃപയൊന്നും മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. ആ ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്. ഈ ദൈവം ജീവപര്യന്തം വരെ വിശ്വസ്തനായി നമ്മോട് കൂടിയുണ്ട്. എന്നിട്ടും നമ്മോട് കൃപ കാണിച്ചവൻ